ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ എൻ്റെ മുഖത്തെ സംരക്ഷിക്കുന്നുണ്ട്. അവനോൻ്റെ സൗന്ദര്യം വെച്ച് അവനോൻ്റെ മുഖത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് ഇല്ലാത്ത സൗന്ദര്യം നമുക്ക് ആർക്കും ഒരിക്കലും വരുത്താൻ പറ്റത്തില്ല. ഉള്ള സൗന്ദര്യത്തെ മെയിൻ്റെനൻസ് ചെയ്ത് ഒരു വീടുണ്ടാകുന്നു. അതിന് കാലാകാലങ്ങളിൽ പെയിൻ്റ് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ വീടിന് ഒരു ഭംഗിയില്ലാതെ വരും. അതുപോലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം. ഇപ്പോൾ ഞാൻ തന്നെ സുന്ദരിയല്ല, എന്നാലും നമ്മൾ നമ്മുടെ മുഖം ഉള്ള സൗന്ദര്യത്തെ കറുത്ത കുത്തുകളും കറുത്ത പാടുകളും കരിമങ്ങല്യം ഇതെല്ലാം വരുത്താതെ നമ്മൾ നോക്കുക നമ്മുടെ മുഖത്തെ. ചിലർക്ക് ദൈവം തന്നിട്ടുണ്ടാവാം കറുത്ത കുത്തുകളും പാടുകളും, പക്ഷെ അത് തന്നെന്നും പറഞ്ഞ് കയ്യിൽ നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഇരിക്കരുത്. കാരണം നമ്മൾ ഓരോ ടിപ്സുകളും ചെയ്ത് ഇന്നിപ്പോൾ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടത്തെ കാലമല്ല, ഇന്നിപ്പം ഒന്നിനും മരുന്നില്ലാത്ത ഇതില്ല. ഏത് അസുഖം വന്നോ അതിനെല്ലാം മരുന്നുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും കറുത്ത പാടുകളും കരിമങ്ങലും എല്ലാം വന്നാൽ നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഏത് പാടിനെ കളയാനുള്ള ടിപ്സുകൾ ജയാസ് വെറൈറ്റി വ്ലോഗ്സിൻ്റെ കയ്യിലുണ്ട്. എല്ലാം നിങ്ങൾ നോക്കുക. വീഡിയോ പഴയത് കൊടുത്ത് എന്ത് കാര്യത്തിനും നമുക്ക് പാടുകൾ കളയാനുള്ള പാടുകളുണ്ട്. ഒരു പുള്ളി പോയതിന് പട്ടി കുറച്ചതാണ്, അതിൻ്റെയാണ് ഒച്ചകെട്ട്. അപ്പം നമുക്ക് ഏതിനെയും നമുക്ക് മാറ്റാനുള്ള പ്രതിവിധി ഇന്ന് ലോകത്തുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെടാതെ ഒരിക്കലും നമ്മുടെ സൗന്ദര്യത്തെ നിലനിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായൊരു ടിപ്സാണ്. കറുത്ത പാടുകൾ, കരിവാളിപ്പ്, കരിമങ്ങല്യം എല്ലാം മാറ്റി നിങ്ങളുടെ മുഖത്ത് ഉള്ള സൗന്ദര്യം, ഉള്ളതിലും സൗന്ദര്യവും വെളുപ്പും നിലനിർത്താനുള്ള അടിപൊളി പായ്ക്കാണ്. അതുമാത്രമല്ല നമ്മുടെ പാചകം മുഴുവനും ഉണ്ട് ഇന്ന്. അതുകൊണ്ട് കറുത്ത കുത്തുക അത് കാണേണ്ടവർ മാത്രം, ടിപ്സ് കാണേണ്ടവർ മാത്രം അത് മാത്രം നോക്കി ടിപ്സ് കാണുക. എന്നെ ചീത്ത വിളിക്കല് പാചകമാണോ ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് അടിപൊളി ടിപ്സിലോട്ട് നമുക്ക് നോക്കാം. ഞാൻ ടിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഇവിടെ വെട്ട ഇച്ചിരി കുറവുണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇഡലി സാമ്പാറും ആണ്. ചമ്മന്തി ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. അപ്പം ആദ്യം പരിപ്പും സവോള പച്ചമുളകും കൂടെ വേകാൻ അങ്ങോട്ട് വെക്കുന്നു. വെന്തതിന് ശേഷം നമുക്ക് കഷ്ണം എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കപ്പളങ്ങ ഒരെണ്ണം കുത്ത സാമ്പാറിന് കേട്ടോ. അതാ നമ്മുടെ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ഇത് റെഡ് ലേഡിയുടെ കപ്പളത്തെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി അതിനെയും പിടിപ്പിക്കണം. നമ്മുടെ ചീരയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. പയറപ്പുറം കമ്പൊക്കെ കുത്തി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവനെ ഒരെണ്ണം എടുക്കാവേ. നമ്മുടെ തോട്ടി പിന്നെ ഇഷ്ടംമാതിരി ഉള്ളതുകൊണ്ടേ നമ്മുടെ ചേട്ടൻ തോട്ടിയൊക്കെ ഇഷ്ടംമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവനെ തന്നെ എടുക്കാം. രണ്ടെണ്ണം വീണു കേട്ടോ. 2 കപ്പളങ്ങ വീണു കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചേക്കാവേ. ഒന്നിന് പകരം 2 കപ്പളം ഫ്രിഡ്ജിൽ വെക്കാം. ഇതാണ്ട് നമ്മുടെ പയർ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരടുപ്പിൽ ഇഡലിയും വെച്ചു, ഒരടുപ്പിൽ സാമ്പാറിൻ്റെ കഷ്ണവും വേകാൻ വെച്ചു. കഷ്ണമല്ല, പരിപ്പും പച്ചമുളകും സവോളയും കൂടെ. ഇന്നലെ നമ്മുടെ മോൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇളയാളുടെ. കാരണം എന്താണെന്ന് പറയാം, അവർക്ക് സെൻറ്റ് കിറ്റ്സ് കോളേജിൽ അവരുടെ ഫസ്റ്റ് മറ്റേ കോളേജിൽ നിന്ന് അവർക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ മോനൊക്കെ 5,000 രൂപ അടിച്ചു. അതിനൊരു സർട്ടിഫിക്കറ്റും കൊടുത്തു കേട്ടോ. 5,000 രൂപ അവർക്ക് അടിച്ചു. അവരുടെ മോൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിത് കപ്പളങ്ങയും കൂടെ അറിയാം കേട്ടോ. കപ്പളങ്ങ അറിയാം സാമ്പാറിന്. അപ്പം നമുക്ക് കപ്പളങ്ങയുടെ ഇത്രയും എടുത്തു കേട്ടോ. കപ്പളങ്ങയും തക്കാളിയും മാത്രം ഇട്ട സാമ്പാർ വെക്കുന്ന കേട്ടോ. സാമ്പാർ നമുക്ക് പല വിധത്തിൽ വെക്കാം.
ക്രിമികടി കൂടുതലുള്ളവർക്ക് കൂടുതൽ കപ്പളങ്ങ ഇടാം. ഇവിടെ ഇച്ചിരി ക്രിമികടി എല്ലാം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും കപ്പളങ്ങ ഇടും കേട്ടോ. തമാശ കേട്ടോ, ഞാൻ തമാശ പറഞ്ഞിട്ട് ഈ തമാശ പറഞ്ഞിട്ട് അല്ലേ, വേറെ ആർക്കും അല്ലല്ലോ അല്ലേ, ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞു. അപ്പൊ കപ്പളങ്ങ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എല്ലാ സംഭവത്തിനും നല്ലതാണ്, നല്ലതുമാണ്. ഇവിടെ കപ്പളങ്ങ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലതാണെന്നും പറഞ്ഞ് കപ്പളങ്ങ ഇടുന്ന ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കപ്പളങ്ങ എത്ര നല്ലതാന്ന് പറഞ്ഞാലും നമുക്ക് ഇടാൻ പറ്റുമോ? എൻ്റെ കുട്ടികളെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സാമ്പാറിന് എത്രത്തോളം കപ്പളങ്ങ നല്ല അടിപൊളി. ആ കഷ്ണം എടുത്ത് കളയല്ല കേട്ടോ, എല്ലാവരും തിന്നണം. ഇവിടെ കഴിച്ചോളൂ. ഇളയാക്കി കപ്പളങ്ങ കഷ്ണം ഇഷ്ടം കേട്ടോ, അല്ലാതൊന്നും കപ്പളങ്ങ പഴുത്തതോ അങ്ങനെ ഒന്നും തിന്നത്തില്ല. സാമ്പാറിനകത്തിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, സാമ്പാറിനകത്തോട്ട് എത്രയും പറ്റുന്നു അത്രയും അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ ഇഡലി സാമ്പാറും രാവിലത്തെ ആയേ പാവേ. ഉച്ചക്കലത്തെ കറിയുടെ കാര്യല്ലേ, ചോറ് ഇതുവരെയും വെച്ചിട്ടില്ല, പിള്ളേർക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്കിച്ചിരി ചിക്കനെ മേടിച്ചാൽ നമ്മുടെ കാര്യം കുഴപ്പമില്ല. എൻ്റെ അമ്മയുടെ ഇവർക്കൊക്കെ കറിയാവുമല്ലോ. അപ്പൊ മോനൊക്കെ ആ മോന്റെ കൂട്ടുകാർ വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയത് കേട്ടോ. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഞങ്ങള് എല്ലാരും കൂടെയാണ് പോയത്. പിള്ളേരും നല്ല രസമല്ലേ അങ്ങനെയൊക്കെ പോവാൻ. ഞങ്ങളെല്ലാരും കൂടെ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചു. അതാണ് ആ ഷോർട്ടിനകത്ത് ഇടയ്ക്ക് കാണിക്കുന്നത്, ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഒന്നിച്ച്. ഇപ്പൊ ഞാൻ അങ്ങനെ ഷോർട്ടാക്കിയത്. പിന്നെ ഇന്ന് അവര് കാപ്പൂഴിയും കഴിഞ്ഞിട്ട് അങ്ങ് പോകും. ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഒരാള് നമ്മുടെ കസിനാട്ടോ, കസിനാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോകും കാപ്പൂഴിയും കഴിഞ്ഞ് എന്നാണ് പറഞ്ഞത്. പോകുന്നെങ്കിൽ പോകട്ടെ, അല്ലാണ്ട് നമ്മൾ പിള്ളേരോടൊന്നും പറയത്തില്ലല്ലോ അല്ലേ, എപ്പോഴാ പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്നലെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ എന്റെ മോനെ ഇന്നലെ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടംമാരെ ഉണ്ടായിരുന്നല്ലോ, രണ്ടുപേരും കൂടെ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അരിയട്ടോ എന്നിട്ട് കാണാവേ. അപ്പൊ നമ്മുടെ പരിപ്പും ഇതെല്ലാം വെന്തു. ഇനി നമ്മുടെ കപ്പളങ്ങയും തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ശകലം മുളക് പൊടിയും കൂടെ ഞാൻ ഇടും കേട്ടോ. വേഗം വെക്കട്ടെ. നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി കേട്ടോ. ഇനി ഞാൻ നമ്മുടെ കപ്പളങ്ങ കുറച്ച് മിച്ചമാണ്, അത് ദേ ചതുരത്തിൽ ഇങ്ങനെ അരിഞ്ഞ് മെഴുക്കോട്ട് വെച്ചേക്കാൻ നിർത്തു. പിന്നെ മെഴുക്കോട്ടയ്ക്ക് സാധാരണ വറ്റൽമുളകും ഉള്ളിയും കൂടെ ചതയ്ക്കുവാണ്. പക്ഷെ ഞാൻ ഇന്ന് മുളക് പൊടി ഇട്ട് ഉള്ളി അരിഞ്ഞു ഇട്ടതേ ഉള്ളൂ. ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ നിർത്തു. ഉപ്പും ഇട്ടു. ഇനി നമുക്ക് അടച്ച് മൂടിയിടാം മെഴുക്കോരട്ടിക്ക്. ഇതവിടെ ഇപ്പം കട്ടൻ ചായ തിളച്ചു. ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മുടെ കൊച്ചേ നോക്കിക്കേ, ഇതെന്തും മെഴുക്കുവരട്ടിയാന്ന് അവൻ അറിയത്തില്ലേ, ആരും പറഞ്ഞു കൊടുക്കല്ലേ. കറയുടെ എന്നാന്ന് പറയുടെ എന്നാ മെഴുക്കുവരട്ടിയാന്ന്? അല്ല, ചേനയാന്ന്. എങ്ങനെയുണ്ട്? ആദ്യം പറഞ്ഞു പൊട്ടറ്റോ ആണ്. അല്ല, പറഞ്ഞേ പറ. തിന്ന് തീർന്നു കഴിയുമ്പോ ചിലപ്പോ പറയുവേ അല്ലേ? അറിയത്തില്ല നിനക്ക് ഇച്ചിരി ക്രിമിനടിയുടെ കുറവുണ്ട്. കണ്ട, എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്കും അവന് പിടി കിട്ടി. ശരിയല്ലേ? ഓക്കെ, പപ്പായ അല്ലേ? അപ്പൊ നമ്മള് നമ്മുടെ മെഴുക്കുവരട്ടി ഒക്കെ റെഡിയായി. ഇനി നമ്മൾ എന്നാത്തിലോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വറ്റൽമുളകും നമ്മുടെ കുരുമുളകല്ല, നമ്മുടെ മല്ലിയും കൂടെ, മല്ലി, പെരുംജീരകം, ഒരു കറുവാപ്പട്ടയുടെ ശകലം, 2 ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ. ഭയങ്കര ചൂടാണ്, എല്ലാവർക്കും ഭയങ്കര ചൂടില്ലേ? നമ്മുടെ എല്ലായിടത്തും ഇപ്പൊ ചൂടല്ലേ? നമുക്ക് വറ്റലമുളകിന് ആദ്യം ഞാൻ ചൂടാക്കിയിട്ട് മാറ്റുവാണ്. കാരണം വറ്റലമുളകും മല്ലിയും കൂടി ഇട്ട് കഴിയുമ്പോഴേ വറ്റലമുളക് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വറ്റലമുളകിനെ മാത്രം ആദ്യം ചൂടാക്കാം കേട്ടോ.
ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കറുവാപ്പട്ടയും 2-3 ഏലക്കയും ഗ്രാമ്പൂ ഇത്രയും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് ചതച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വറ്റല മുളകും. പല രീതിയിൽ നമ്മുടെ ചിക്കൻ വെക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മല്ലിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട്, മല്ലിയും പെരുംജീരകവും കൂടെ ചൂടാക്കി എടുക്കുക. കുരുമുളകും വേണം കേട്ടോ, ചിലൊക്കെ വിട്ടുപോകുന്നു. കുരുമുളക് 5-6 മതിയെ. അവിടെ ചൂടാക്കി എടുത്ത് അരച്ചിട്ടേ നമ്മൾ കാണത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ചെറിയ പുളിശ്ശേരിയും കൂടെ വെച്ച് അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. ആ ചേട്ടനെ ഫോൺ വിളിക്കാം. പുളിശ്ശേരി വെക്കട്ടെ. ആ അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ കൂട്ടുകാരൊക്കെ ഇറങ്ങുന്നു, ബൈ പറയുന്നു. ശരി, അങ്ങനെ അവരവരുടെ ഒരു കൂട്ടുകാരന്റെ കൂട്ടത്തിൽ കൂട്ടുകാരന്റെ കാലിനെന്തോ ഇതായിട്ട് എല്ലാവരും കൂടെ കാണാൻ പോയി. അതുവഴി പിള്ളേരങ്ങ് പോകും, മോൻ ഇങ്ങോട്ടും തിരിച്ചു പോരും. നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ കുഞ്ഞാന്ന ചേട്ടൻ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നിപ്പിച്ചേട്ടാ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മുടെ സബോള ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക എല്ലാം കൂടെ ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ അരപ്പൂടി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അരപ്പ് ഇട്ട ഉപ്പ് ഇട്ട വെള്ളം ചേർക്കണ്ടേ, പരട്ടി അങ്ങ് വെച്ചാൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ അതെ ഇത് കഴുകിയ വെള്ളം കൂടെ നമുക്ക് എടുക്കാം. ഇത് ഇച്ചിരി കഴുകിക്കൊണ്ട് വരട്ടെ. ഒത്തിരി ഉണ്ട് കേട്ടോ. ഉള്ളതിനെല്ലാം പഠിച്ച് നമുക്ക് എടുക്കാം അല്ലേ. എടുത്തു. ഇനി ഉപ്പും കൂടി ഇട്ടാ നമുക്ക് ഇളക്കിയിട്ട് കാണാവേ. നമുക്ക് നല്ലതായിട്ട് പെരട്ടി നമുക്ക് അങ്ങ് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനെ നമ്മൾ അടുപ്പത്ത് കയറ്റി. ഇനി നമ്മൾ ശകലം ഉണക്കച്ചെമ്മീൻ ഇരിപ്പണ്ടേ. അപ്പൊ ഞങ്ങൾ ചിക്കൻ കൂട്ടത്തിലില്ല. അപ്പൊ ഞാനും അമ്മയ്ക്കും ഇച്ചിരി പൊടിക്കാന്ന് വിചാരിച്ചു. തേങ്ങയും മുളകും ഉള്ളി എല്ലാം കൂടെ വെച്ച് ഇവർക്ക് കറിയുള്ളപ്പല്ലേ നമുക്കിങ്ങനെ ലുട്ടിലുടുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പം ഇത് നമുക്ക് പൊടിക്കാം. അമ്മ നമുക്ക് ഇച്ചിരി പൊടിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി, എനിക്കും ഇഷ്ടം പൊടിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊന്ന് വറക്കട്ടെ. വറുത്തിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ചെമ്മീൻ പൊടിക്കാനുള്ള കൂടെ എടുത്തു വെച്ചോട്ടോ. ഉണക്ക ചെമ്മീന്റെ തലയും വാലും എല്ലാം കളഞ്ഞ് മൂപ്പിച്ച് വെച്ചേക്കുന്നു. കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, തേങ്ങ, ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഞാൻ ചെമ്മീനും പിന്നെ നമ്മുടെ ഉള്ളി പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചിട്ട് തേങ്ങ ഒന്ന് കിറന്ന് വെക്കത്തേയുള്ളൂ, അല്ലെ ചീത്ത കൊള്ളത്തില്ല. കറിവേപ്പിലയൊന്നും ചുമ്മാ ഇങ്ങനെ ഇതാക്കിയിടത്തേ ഉള്ളൂ. അപ്പം മുടിയൊക്കെ കെട്ടി പൊക്കി വെച്ചോട്ടോ. ചൂട് കാരണം ഒരു രക്ഷയില്ല. അപ്പം ഇത് പൊടിച്ചോണ്ട് വരട്ടെ. ചിക്കൻ അവിടെ കിടന്ന് പതുക്കെ വേകട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പൊടിച്ചത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സത്യം പറയാൻ എനിക്കിത് മാത്രം മതി. പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ച ഈ ചെമ്മീൻ പൊടിയും കൂടെ സൈഡിൽ വെച്ച് ഇങ്ങനെ തിന്ന് പുളിശ്ശേരി വെച്ച് ചോറുന്നത് ചെമ്മീൻ പൊടി കിട്ടും. ഇത് മാത്രം മതി. അപ്പൊ ഉച്ച വരെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ചിക്കനോട് റെഡി ആവട്ടെ. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് കുറേ നാൾ നിറം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് എല്ലാം ടിപ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ അടിപൊളി ടിപ്സ് തന്നെ. അതുപോലൊരു ടിപ്സ്, അടിപൊളി ഒരു ടിപ്സാണ്. മുഖത്തെ കറുത്തപാട്, കരിമങ്ങല്യം എല്ലാം നിശേഷം മാറ്റി, കരിവാളിപ്പ് എല്ലാം നിശേഷം മാറ്റി നിങ്ങൾക്ക് മുഖം നല്ല വൃത്തിയായി കറുത്ത കുത്തുപോലും മാഞ്ഞു പോകുന്നുള്ളതാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ 2 സ്പൂണ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഏതാണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കഴുത്തിലും എപ്പോഴും മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്തോണം, അല്ലെ 2 കളറായിട്ടിരിക്കും. കഴുത്തിൽ ഞാൻ കുളി കഴിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ മാത്രം ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ നല്ലതായിട്ട് ചെയ്യത്തുള്ളൂ. അതാണ് ഇച്ചിരി എടുക്കുന്നത് കേട്ടോ. കോഫി പൗഡർ എടുത്തു. പിന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്
ഒരു ശകലം മാത്രം ഇതാകാൻ വേണ്ടിയിട്ട് മാത്രം പാൽ ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി എല്ലാത്തിനും നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തക്കാളി ജ്യൂസ് എത്ര കൂടിപ്പോയാലും ഒരു പ്രശ്നമില്ല. ഇതിനകത്തെ പഴുപ്പ് വരെ എടുക്കണം കേട്ടോ തക്കാളിയുടെ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പായ്ക്കാട്ടോ. നിറം വർദ്ധിക്കും. നിങ്ങളുടെ കറുത്ത കുത്ത്, കരിവാളിപ്പ്, കരിമങ്ങല്യം എല്ലാം മാറും കേട്ടോ. എല്ലാം മാറി നിങ്ങൾക്ക് മുഖത്ത് നല്ലൊരു വെട്ടവും എല്ലാം ഏറ്റവും ബെസ്റ്റായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. മുഖം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളും പോയി മുഖമൊക്കെ കഴുകുക. എന്നിട്ട് ഇത് തേച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അത്രമേൽ റിസൾട്ടാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയം വരും കേട്ടോ ഈ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ. ഒത്തിരി നേരം ഞാൻ വീഡിയോ ഇന്ന് പാചകം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഇത് നീട്ടുന്നില്ല. ഞാൻ മൊത്തം ഇട്ടിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഇരിക്കണം കേട്ടോ. 20 മിനിറ്റ് ഇരുന്ന് നമുക്ക് കഴുകാം കേട്ടല്ലോ. പെട്ടെന്ന് കാണിച്ചാട്ടോ, അതായത് വീഡിയോ നീണ്ടുപോകാതിരിക്കാം. പെട്ടെന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായത് കേട്ടോ. ഇതിനു മുമ്പ് ഞാനിട്ട എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപയോഗം ഉണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റായ കാര്യം കേട്ടോ. അപ്പം 10 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് 15-20 മിനിറ്റോളം ഇരിക്കണമെങ്കിൽ പ്രയോജനം കിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിരാടം ദിവസങ്ങളിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ഒന്നിരാടം ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് റിസൾട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇട്ടിട്ട് നമ്മൾ 20 മിനിറ്റായി. നമുക്ക് കയറി വരുന്നല്ലേ, രക്ഷയപ്പോലിരുന്നു. 20 മിനിറ്റായി. നമുക്ക് കഴുകിക്കഴിഞ്ഞുള്ള റിസൾട്ട് കാണാം കേട്ടോ. ഭയങ്കര സൂപ്പർ ആട്ടോ. കഴുകിയിട്ട് ഞാൻ കാണിക്കാവേ. ശകലം കഴുകി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചതാണ്. നോക്കിക്ക്. ഇപ്പം മൊത്തം കഴുകിയിട്ട് വരാവേ. അപ്പോൾ ദാ കഴുകിയിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നോക്കിക്ക്. എൻ്റെ പൊട്ടും കൂടെ വെച്ചേക്കാം. അതിൻ്റെ ഗ്ലാമർ കുറേ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നോക്ക് നിങ്ങൾ എന്ത് മനോഹരമായെന്ന് എൻ്റെ മുഖം കണ്ടിട്ട്. മനോഹരമല്ല, വെളുത്തെന്ന്. അതായത് ആ കറുത്ത ഡോട്ടും എല്ലാം അങ്ങ് നമുക്ക് മാഞ്ഞു പോകും കേട്ടോ. ഇത് തന്നെ കണ്ണിന് ചുറ്റും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പ് പോകും. എനിക്കിപ്പോൾ കണ്ണിന് ചൊറിച്ചിലുള്ളതുകൊണ്ട് കണ്ണിനിടയ്ക്കൊരു കറുപ്പൊക്കെ വന്നായിരുന്നു. ഞാനപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നെന്തിയാർവട്ടത്തിൻ്റെ പൂ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു നെന്തിയാർവട്ട പൂവ് ഏതാണ്? കട്ട നെന്തിയാർവട്ട കേട്ടോ. 4 ഇതളിൻ്റെ 5 ഇതളിൻ്റെ. ഞാൻ കട്ട നെന്തിയാർവട്ടത്തിൻ്റെ എടുക്കുന്നത്. ഒരു പൂവൊക്കെ ഉള്ളൂ നമ്മുടെ അടുത്തുള്ള. ഇന്നലെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ വെള്ളത്തിൽ. എന്താണേലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുഖത്തിനല്ല കണ്ണിന് ചൊറിച്ചിലിന്. നല്ല കാര്യമാണ് കേട്ടോ. അത് സത്യമായ കാര്യമാണ്. എനിക്ക് അനുഭവം ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ആര്യവേപ്പ്, കാലിൻ്റെ മിനുസം, കാല് വൃത്തിയാക്കുന്നതിന് ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ. ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ആര്യവേപ്പലയാണോ എന്ന്. നോക്ക് വ്യത്യാസമില്ലേ? ഈ സൈഡും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.